ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുൻപേടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മനു അലീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കും, മനുവേട്ടൻ എന്നോട് സത്യം പറയണം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മനുവേട്ടൻ അറിയാമായിരുന്നു എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോയി ആക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ മനു പറയും, ഇല്ല, എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ച അങ്കിളിൽ നിന്ന് അറിഞ്ഞിരുന്നു എങ്ങോട്ടാണ്. അപ്പോൾ അങ്കിള് പറഞ്ഞു പറയണ്ട എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അലീന പറയും, എല്ലാവരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നു. മനുവേട്ടൻ്റെ ഒരു സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്കാണ് എന്നെ അയക്കണേന്ന് അറിയാമായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ മനു പറയും, ഞാൻ ഏകദേശം ഊഹിച്ച് എടുത്തിരുന്നു, പക്ഷെ അങ്കിളിന് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഞാനാണ് ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയത്, എന്നെ ഇങ്ങനെ ഒരിടത്ത് കൊണ്ട് ആക്കിയേക്കുവാന്ന് പറയും. അപ്പം ഞാൻ ഇവിടെ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ മനു പറയും, അതൊക്കെ പോട്ടെ, നീ അവിടുത്തെ വിശേഷങ്ങൾ പറ, വീട് എങ്ങനെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അതൊക്കെ പറയാൻ പറയും. അപ്പോൾ അലീന പറയും, ഈ വീട്ടിൽ അതൊരു വലിയൊരു ബംഗ്ലാവാണ്. ഇവിടെ ഈ സ്റ്റാൻലി ജോസഫും അദ്ദേഹത്തിൻ്റെ കുറച്ച് ജോലിക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കിവിടെ ഭയങ്കര വലിയൊരു റൂമൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇത് പുള്ളിയുടെ വിചാരം പട്ടാളത്തിൽ നിന്ന് ഇതുവരെയായിട്ടും റിട്ടയർ ആയിട്ടില്ല എന്നുള്ള മട്ടിലാണ് പെരുമാറ്റം. ആദ്യം തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഷെയ്ക്കാൻ്റെ ഒക്കെ തന്ന് ഹലോ അനീന എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ മനു പറയാം, അത് കൊള്ളാലോ എന്ന് പറയും. അപ്പോൾ അല്ല മനുവേട്ടാ, അച്ഛൻ എന്നോട് എന്നെ എല്ലാവരും കൂടി പറ്റിക്കുമായിരുന്നല്ലോ, വഴിയിൽ എവിടെയോ ഒരു കാറ് നിർത്തിയിട്ട് എന്നോട് പറയുവാണ് ഞാൻ ഇങ്ങനെ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വിടുവാണ് എന്ന് പറയുവാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും കൂടി എന്നെ ഒത്തു കളിച്ചു. എനിക്ക് അതിലല്ല വിഷമം. അന്ന് ഈ സ്റ്റാൻലി എന്ന് പറയുന്നത് എൻ്റെ പപ്പ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്നെ തുറച്ച് നോക്കണുണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു. കാരണം ഒരച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ തുറച്ച് നോക്കുന്നത്, അത്ര നല്ല കാര്യമല്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എന്നൊക്കെ അലീന പറയുക. അപ്പോൾ ഒരു അച്ഛന് മകളെ സ്വീകരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അല്ലേ മനുവേട്ടാ എന്നൊക്കെ പറയുമ്പോൾ മനു പറയും, അദ്ദേഹത്തിന് തെറ്റ് പറയാൻ പറ്റില്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കണം, അയാൾക്ക് 23 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു മകളുണ്ടായിരുന്നു എന്ന് അറിയാനും കൂടി പാടുണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾക്ക് പല കാര്യങ്ങളും ഉറപ്പ് വരുത്തണം. കാരണം അയാളുടെ സൊസൈറ്റി കാര്യങ്ങളൊക്കെ വെടിഞ്ഞിട്ട് ഒന്നും തുറന്ന് സമ്മതിക്കാൻ പറ്റില്ല, ഇതൊരു ക്രെഡിറ്റ് കിട്ടുന്ന കാര്യമില്ലല്ലോ എന്നൊക്കെ മനുവിനെ അലീനയോട് പറയും. അപ്പോൾ അലീന പറയും, എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഫോൺ കട്ട് ചെയ്യാൻ പോകുമ്പോൾ മനു പറയും, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ വൈജാൻറ്റി അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അലീനാകെ ഞെട്ടു കേട്ടോ. അപ്പോഴും പറ്റിയ സമയമല്ലോ, അച്ഛനും ഇല്ല, അപ്പോൾ കയറി പറ്റാൻ പറ്റിയ സമയമാണെന്ന് അലീനയും പറയുക. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അതിന് ശേഷം പിന്നെ അലീന നമ്മുടെ രോഹിത്തിനെ വിളിക്കുക. അപ്പോൾ വീട്ടിലേക്കൊന്ന് വിളിക്കുക. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ ഫോണിലേക്ക് ഇങ്ങനെ നോക്കി എന്തോ പ്രതീക്ഷിച്ച് അലീനയുടെ കോളും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ ഫോൺ വന്നത്. വേഗം തന്നെ രോഹിത്ത് ചാടി ഫോൺ എടുക്കും. എന്നിട്ട് ചോദിക്കും, അലീന ചേച്ചി എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ പറയും, സുഖമാണോടെ മോനെ, അവരൊക്കെ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണ ഓടി വരും. എന്താ രോഹിയേട്ടാ, ആരാ, അലീന ചേച്ചിയാണോ എന്ന് ചോദിക്കും. ഇങ്ങോട്ട് താന്ന് പറയുമ്പോൾ രോഹി പറയും, ഞാൻ 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ സംസാരിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അലീന പറയും, മോനെ അവൾ കുഞ്ഞല്ലേ, അവൾക്ക് കൂടി കൊടുക്കടാ എന്ന് പറയും. അപ്പോൾ രോഹി പറയും, പിന്നെ കുഞ്ഞ് അവൾ എൻ്റെ എത്രയായി എന്നിട്ടാ കുഞ്ഞ് എന്ന് പറയും. അപ്പോൾ കൃഷ്ണ വേദന അവിടെ നിന്നിട്ട് ബബിതേച്ചീനെ വിളിക്കും. അപ്പോൾ ബബിത ഓടി വരും. എന്നിട്ട് പറയും, ഇങ്ങോട്ട് തന്നെ ഫോൺ തന്നെ കുറച്ച് സംസാരിക്കട്ടെ എന്ന് മേടിക്കും. എന്നിട്ട് പറയും, പറ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ, അവിടെ ആരൊക്കെയുണ്ട്, വീടൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അലീന പറയും, ആദ്യം ഞാൻ വീടിനെ പറ്റി പറയാം. ഇതൊരു 3-3.5 ഏക്കറിൽ ഉള്ളൊരു വീടാണ്. ഇവിടെ അവിടെ ആരൊക്കെയുണ്ട് എന്ന് ബബിത ചോദിക്കും. അപ്പോൾ ഇവിടെ ഒരു ഓണർ, ഒരു റബ്ബർ എസ്റ്റേറ്റാണ്, അതിൻ്റെ ഒരു ഓണറും പിന്നെ കുറച്ച് തൊഴിലാളികളെ മാത്രമേ ഞാൻ ഇവിടെ കണ്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവിടെ സ്ത്രീകളൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ വന്നവരെ ഇതുവരെ കണ്ടൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ചേച്ചി അച്ഛനെ പറഞ്ഞാൽ അതിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കിയേക്കോ, അച്ഛനൊരു ഉത്തരവാദിത്തം വേണ്ടേ എന്നൊക്കെ ബബിതയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരും. അപ്പോൾ അലീന പറയും, അച്ഛനെ കുറ്റം പറയേണ്ട പോലെ, അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും അത് നല്ല തീരുമാനം തന്നെയായിരിക്കും എന്ന് പറയും. അങ്ങനെ പറയും, പിന്നെ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എന്തൊക്കെയോ വാരി ചവച്ച് തിന്നു എന്ന് ബബിത പറയുമ്പോൾ ഇങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അലീന ചോദിക്കും, രോഹി നീ രേവതിക്കുട്ടീനെ വിളിച്ച് പറഞ്ഞായിരുന്നോ ഞാൻ പോയ കാര്യം എന്ന് പറയുമ്പോൾ രോഹി പറയും, അവൾ പിണക്കത്തില്ല, അവളോട് നേരെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പിണക്കത്തില്ല എന്ന് പറയും. ചേച്ചി തന്നെ വിളിച്ച് സംസാരിച്ചാൽ മതി എന്ന് പറയും. അപ്പോഴും അവളുടെ പിണക്കമൊക്കെ ഞാൻ മാറ്റിക്കോളാം എന്ന് അലീന പറയുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അലീന ചോദിക്കും, പിന്നെ അമ്മ വന്നൂല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും,
കൃഷ്ണൻ പറയും അമ്മ വന്നു എന്തൊക്കെയോ കാണിക്കുന്നുണ്ടേ, അമ്മ പണ്ടത്തെ ഭരണം തിരിച്ചു പിടിക്കുക, രാജഭരണം തിരിച്ചു പിടിക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അലീന പറയും നിങ്ങൾ ആരും തിരുത്താൻ പോണ്ട, ഭരിച്ചോട്ടെ, ഒരു പ്രശ്നത്തിന് നിങ്ങൾ പോരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. അന്ന് എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് അലീന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം അലീന ഇങ്ങനെ നേരത്തെ എഴുന്നേക്കുമല്ലോ, എന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് കൂടി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കി നടക്കുക. അപ്പോൾ എന്താ, ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അലീനയാണെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ചേച്ചി, സാവിത്രി എന്ന് പറഞ്ഞാൽ അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചി വരും. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ സംശയത്തോടു കൂടി അലീനയെ നോക്കുന്നുണ്ട്, ഇതാരാ എന്നുള്ളതിൽ. എന്നിട്ട് അലീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഇതാ നീ മോളെ ഏതാ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, പൗലോസേട്ടന് പകരം വന്നാണോ, പൗലോസേട്ടൻ പോയോ എന്ന് ചോദിക്കും സാവിത്രി. അപ്പോൾ പറയും, ഇല്ല ഞാൻ പൗലോസേട്ടന് പകരം വന്നതല്ല, ഞാൻ ഈ വീട്ടിലുള്ള ആളാട്ടോ എന്ന് പറയും. അപ്പോൾ സാവിത്രിക്ക് ആകെ സംശയം കേട്ടോ. അപ്പോൾ സാവിത്രിയുടെ കയ്യിലൊരു സഞ്ചിയുമുണ്ട്. എന്നിട്ട് പറയും, ചേച്ചി ആരാ എന്ന് ചോദിക്കും. പറയും, ഞാനിവിടെ ഈ മുറ്റൊക്കെ അടിക്കാൻ വന്ന ആളാ എന്ന് പറയും. ഞാൻ സ്ഥിരം വന്ന് അടിച്ചിട്ട് പോകും, പിന്നെ അവരൊക്കെ 8 മണിയാവും എഴുന്നേൽക്കുമ്പോഴത്തേക്കും എല്ലാവരും, അപ്പോഴത്തേക്കും എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ പോകും എന്ന് സാവിത്രി പറയാം. പിന്നെ കാണിക്കുന്നത് ഇവർ രണ്ടുപേരും അടുക്കളയിൽ നിൽക്കും. അപ്പോൾ അലീന ചോദിക്കും, ചേച്ചി ചായ കുടിച്ചായിരുന്നോ, ചേച്ചിക്ക് ചായ വേണോ, ഞാൻ ഇടാം. അപ്പോൾ സാവിത്രി പറയും, വേണ്ട മോളെ, ഞാൻ ചായ കുടിച്ചിട്ട് ഇറങ്ങണേ, ഇനിയും ഒരു 3 വീട് കൂടി ഉണ്ടെന്ന് പറയും. അപ്പോൾ അലീന പറയും, ചേച്ചി 4 വീട്ടിലും ജോലി ചെയ്യുന്നുണ്ടോ? പറയും, മോളെ ഒരു വീട്ടിൽ മുറ്റടിച്ച് എന്ത് കിട്ടാനാ, അതുകൊണ്ട് 3-4 വീട്ടിൽ പോകുന്നുണ്ടെന്ന് പറയും. അങ്ങനെ സാവിത്രി ഇങ്ങനെ, അന്ന് ശരി മോളെ ഞാൻ പോവാം, അപ്പോൾ അവരെഴുന്നേൽക്കുമ്പോൾ പറഞ്ഞേക്കട്ടോ എന്ന് പറഞ്ഞ് സാവിത്രി പോകാനിറങ്ങുമ്പോൾ സാവിത്രി വന്നപ്പോൾ സാവിത്രിയുടെ കയ്യിലെ സഞ്ചിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പോകാൻ നേരത്ത് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് വെച്ചിരുന്നത് അലീന ശ്രദ്ധിക്കും. അങ്ങനെ അലീന പുറകെ ചെന്നിട്ട് പറയും, ചേച്ചിയുടെ കവറിൽ ചേച്ചി വന്നപ്പോൾ ഒന്നും ഉണ്ടായില്ലല്ലോ, ഇപ്പം എന്നാ എന്ന് ചോദിക്കും. അപ്പോൾ സാവിത്രി പറയും, അത് ഈ പൗലോസും ചേട്ടനും ആൻ്റപ്പൻ ചേട്ടനൊക്കെ എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കാറുണ്ടേ, അപ്പോൾ അങ്ങനെയുള്ളതാ മോളെ, പാവങ്ങളല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അനിയന് പറയും, നോക്കട്ടെ എന്ന് പറഞ്ഞ് സഞ്ചി മേടിച്ച് നോക്കുക. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ അതിൽ കുറച്ച് അരി, പയർ, കടല, അങ്ങനെ പഞ്ചസാര ഇതൊക്കെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ പറയും എന്നും പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ അത് സാവിത്രിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിലും സാവിത്രി വേഗം തന്നെ ഓടിപ്പോട്ടോ, വേഗം പോകാമെന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ അലീന എന്നിട്ടും ഇവരാരും ജോലിക്കാരും എഴുന്നേക്കുന്നത് കാണാത്തതുകൊണ്ട് പിന്നെ സാവിത്രി പറഞ്ഞല്ലോ 8 മണിയാവും അവരൊക്കെ എഴുന്നേൽക്കുമ്പോൾ എന്ന്. അങ്ങനെ അലീന പതിയെ ഈ ജോലിക്കാർ താമസിക്കുന്ന ആ പുറത്തുള്ള വീട്ടിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് വാതിലൊക്കെ മുട്ടുമ്പോൾ നമ്മുടെ ആൻ്റപ്പൻ ചേട്ടനാണ് വാതിൽ തുറന്ന് വന്നത്. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ, എന്താ മോളെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ, മോൾക്ക് വല്ല കുടിക്കാനോ കഴിക്കാനോ വല്ലതും വേണോ, ഞാൻ പൗലോസിനെ വിളിക്കാം എന്ന് പറയും. അപ്പോൾ ഈ ഒച്ച കേട്ട് പൗലോസേട്ടനും ഇറങ്ങി വരും. അപ്പോൾ പറയും, പൗലോസേട്ടൻ പറയും, ഞങ്ങളൊക്കെ 8 മണിയാവും എഴുന്നേൽക്കുമ്പോൾ, കാരണം സാബ് എഴുന്നേൽക്കുമ്പോൾ 8 മണി കഴിയും, പിന്നെ ഒരു കോഫി കുടിക്കും, പിന്നെ സാബിന് 10 മണി 10:30 10:45 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് മതി എന്ന് പറയും. അപ്പോൾ അലീന പറയും, അത്ര വൈകുമോ, രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ 10:30, നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ ചേട്ടനും പൗലോസിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവർ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുക. അപ്പോൾ അലീന പറയും, നമുക്ക് എന്നാൽ ഇനി മുതൽ 6 മണിക്ക് എഴുന്നേറ്റ് എല്ലാം തീർത്ത് വെച്ചാലോ, എന്നിട്ട് നമുക്ക് വേഗം ആക്കാം എന്ന് പറയും. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും, ഇവിടുത്തെ സാബിന് ചില ചിട്ടകളുണ്ട്, അതിനനുസരിച്ചാണ് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അലീന പറയും, എന്താ നിങ്ങൾക്ക് സാബിനെയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, പിന്നെ നിങ്ങൾക്ക് വല്ല എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ രാവിലത്തെ പണിയൊക്കെ ഞാൻ നോക്കോളാം എന്ന് പറയും. അപ്പോൾ പൗലോസ് പറയും, സാബിന് എൻ്റെ കൈയിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാലാണ് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമാവും എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, ആയിക്കോട്ടെ, അന്ന് നമുക്ക് നാളെ മുതൽ അങ്ങനെ ചെയ്യാട്ടോ എന്ന് പറയും. അപ്പോൾ അലീന എന്നിട്ട് പോകാൻ തിരിഞ്ഞിട്ട് പറയും, അതെ, പിന്നെ ഇവിടെ രാവിലെ ഒരു സാവിത്രി എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിരുന്നു, അടിച്ചു വരാൻ വന്നതാ, പക്ഷെ അവർ പോയപ്പോൾ എന്തൊക്കെയോ, വന്നപ്പോൾ ഒന്നും ഉണ്ടായില്ല, പോയപ്പോൾ എന്തൊക്കെയോ കൊണ്ടുപോകുന്നുണ്ടായല്ലോ എന്ന് പറയും. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും, പാവത്തുങ്ങളായ മോളെ, എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും, പിന്നെ ഈ ഇവിടെ വേണ്ടാത്ത വേസ്റ്റായിട്ട് വരുന്ന എന്തെങ്കിലും ഫുഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ കരുതി വയ്ക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഈ അരിയും പഞ്ചസാരയൊക്കെ എങ്ങനെയാണ് വേസ്റ്റ് ആവുന്നേ എന്ന് ചോദിക്കും. അപ്പോഴും മോളെ അത് പാവമാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അലീന പറയും, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അലീന പോവാട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഇന്ന് എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ, പുതിയ പുത്തനച്ചി എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നപ്പോൾ തൊട്ട് പരിഷ്കാരമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ്
ഇന്നത്തെ എപ്പിസോഡ് തീരണത്. പിന്നെ നാളെ കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിൽ നേർക്ക് നേർ കാണാൻ പോവാണ്. ബാലചന്ദ്രൻ പോയൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വൈജയന്തിയായിട്ട് ഏറ്റുമുട്ടുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വൈജയന്തി ബാലചന്ദ്രനെ വരുമ്പോൾ തന്നെ തകർക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്. പക്ഷേ ഇതൊക്കെ വെറും ചീറ്റിപ്പോണ പടക്കമാണെന്ന് വൈജയന്തി അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തേക്കുള്ള വിശേഷങ്ങളുമായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.